ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു സാധാരണ വീടിന്റെ അകത്തളത്തിൽ നിന്നാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. പനി പിടിച്ചു കിടക്കുന്ന പത്രോസിന്റെ അമ്മായിയമ്മയെ ഈശോ കൈപിടിച്ചുയർത്തുന്നു. നമ്മുടെ വീട്ടിലെ കൊച്ചുവേദനകളും ആകുലതകളും ദൈവത്തിന് അന്യമല്ല എന്ന വലിയ സത്യമാണിത്. വലിയ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുന്ന നമ്മോട് ദൈവം നമ്മുടെ അടുക്കളയിലും സ്വീകരണ മുറിയിലും സാന്നിധ്യമാകുന്നുവെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. സൗഖ്യം ലഭിച്ചപ്പോൾ അവൾ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ദൈവാനുഭവം നമ്മെ മറ്റുള്ളവർക്കായി തുറന്നു വെക്കേണ്ടവരാക്കുന്നു. സന്ധ്യാസമയത്ത് നഗരം മുഴുവൻ വാതുകൾ തടിച്ചുകൂടിയപ്പോഴും പ്രഭാതത്തിന് മുൻപേ ഏകാന്തതയിലേക്ക് ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നു. ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ തളർന്നു പോകാതിരിക്കാൻ പിതാവുമായുള്ള ഈ ബന്ധം നമുക്ക് അനിവാര്യമാണ്. ഉത്തരവാദിത്തങ്ങളുടെയും തിരക്കുകളുടെയും ഇടയിൽ ശ്വാസം മുട്ടുന്ന നമുക്ക് ഈശോ നൽകുന്ന സന്ദേശം ഇതാണ്: ജീവിതത്തിന്റെ തിരക്കുകളെ നേരിടാൻ പ്രാർത്ഥനയുടെ ഏകാന്തത ആവശ്യമാണ്. വചനമാകുന്ന അപ്പം നമ്മുടെ യാത്രയ്ക്ക് തുണയാകട്ടെ.